സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഫുഡ് ഇന്നത്തത് വാങ്ങിക്കുക ചെയ്ത്. ഞാൻ നാളെ തൊട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാന്ന് വിചാരിച്ചു. ആഹാ. ജോലിക്ക് പോയി തുടങ്ങിയോ അതോ? ഇല്ല ഇല്ല, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണ്ടു. പുള്ളിക്കാരൻ പോയോ, ജോലിക്ക് പോയോ? ആ പോയി. ആഹാ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ദിവസം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്? പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അത് എത്ര പിന്നെ എടുത്ത് പറയണ്ടല്ലോ. കാരണം അന്നത്തെ ദിവസം കിട്ടിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു ചാൻസ് അല്ലേ, നല്ലൊരു കിട്ടണമെങ്കിൽ ചാൻസ് പറ്റും. ആയിരുന്നു. അത് എന്റെ കല്യാണം, ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന് അന്ന് ഞാൻ നിന്നെ നോട്ടം ഇട്ടതാ. അന്ന് തൊട്ടുള്ള ചേട്ടന് അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത്. അപ്പൊ ഏതായാലും അതങ്ങ് സാധിച്ചു. അതിനു മുമ്പ് കൈപ്പണി തന്നെ ആയിരുന്നു. ഉം നിന്റെ ഫോട്ടോ ഒക്കെ എന്റെ ഉണ്ടായിരുന്നല്ലോ. ഉം ഉം ഉം. ഞാൻ അവളുടെ ഫോണിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കിയിട്ടായിരുന്നു എന്റെ പരിപാടി മൊത്തവും. ചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം എന്നോട് തോന്നുന്നു കരുതിയിട്ടില്ല. ഞാൻ അങ്ങനെ അങ്ങനല്ല, വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ എന്റെ ആഗ്രഹം ഇങ്ങനെ തോന്നി ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത്. അതിനിടയ്ക്ക് ഞാനിങ്ങനെ നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് ഇവള് പറഞ്ഞായിരുന്നു. ഉം. അപ്പൊ എനിക്ക് ചെറിയൊരിതായി. പിന്നെ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ലല്ലോ നമ്മള് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. അതെ അതെ. അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ഞാൻ ട്രൈ ത്രില്ലായി. ചെയ്തതാ ഇവിടെ. നിങ്ങൾ ഇവിടെ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അല്ല, ചേച്ചി ഞാൻ ഓഫീസിലായിരുന്ന സമയത്ത് ഇവളെന്നെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് വരണം, നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. പക്ഷെ ആരാന്നൊന്നും എന്നോട് പറഞ്ഞില്ല. 2 ഗസ്റ്റ് അല്ല ഉണ്ട്. പിന്നെ അല്ല ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഉം, അപ്പൊ ഞാൻ ഇവിടെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടത്തോട്ട് നോക്കുന്നു ഇങ്ങനെ ഉം. ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ അറിയുന്ന അവരുണ്ടാവുമ്പോ നല്ലതല്ലേ. അപ്പൊ ഇവൾ അപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞു. വന്നതാ. അപ്പൊ അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു വിചാരിച്ചിട്ടില്ല. അല്ല, അന്നേരം ഇവൾ എന്നോട് പറഞ്ഞു പെട്ടെന്ന് വീട്ടിലോട് ചെല്ല്, നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്, പിന്നെ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവരോടൊന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട, എന്താന്ന് ഞാൻ അവിടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു എന്നോട് പെട്ടെന്ന് ചെല്ല്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വരുന്നത്. പക്ഷെ ഞാൻ ശരിക്കും സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഞാനില്ലേ അന്ന് അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അന്ന് നിങ്ങൾ ചെയ്യുന്ന കേട്ടായിരുന്നു. ആ, അതെ. അന്ന് ഞാൻ അവിടെ 2 ദിവസം നിന്ന സമയത്തെ. അത് സ്ഥിരം ഉണ്ടെന്നേ. അപ്പൊ ഞാനിങ്ങനെ നൈറ്റ് നമ്മള് അപ്പന്റെ നല്ല ഉറക്കമായിരുന്നു. പുള്ളിക്കാരൻ പിന്നെ പുള്ളിയുടെ ആവശ്യം പെട്ടെന്ന് കഴിഞ്ഞിട്ട് അങ്ങ് ഉറങ്ങും. അപ്പൊ ഞാനിങ്ങനെ ഉറക്കം വരാതെ ഇങ്ങനെ വെള്ളം കുടിക്കാനങ്ങാണ്ട് ഹോളിൽ വന്നപ്പോഴത്തേക്കും ആണ് ഈ എത്ര സൗണ്ട് കേട്ടത്. നീ അപ്പത്തേക്ക് അന്ന് എനിക്ക് പറഞ്ഞില്ല മറ്റേ കീ എനിക്ക് ഹോളിൽ കൂടെ തോന്നി. കണ്ട്, ഡോറിന്റെ കീ ഹോളിൽ കൂടെ നോക്കിയെന്നാ കണ്ട് നീ അന്ന് പറഞ്ഞായിരുന്നു എന്നോട്. ഉം, കീ ഹോളിൽ കൂടെ നോക്കിയപ്പോ അപ്പൊ കണ്ടെന്നോ. എനിക്കാണെങ്കി അന്ന് നല്ല ആ സമയത്ത് അവള് മൂടായിരുന്നു ആ അത് ആ സമയത്ത്. പിന്നെ സമയത്ത് അത് കണ്ടപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തു തരാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അതാ ഞാൻ പിന്നെ പറഞ്ഞ. പിന്നെ ചേട്ടൻ അടിപൊളിയല്ലേ. ഞാന് സത്യം പറഞ്ഞ നിന്നെ കണ്ടപ്പോഴത്തേക്ക് അന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ഇത് മൊത്തം പിന്നെ അവള് വന്ന സമയത്ത് പെട്ടെന്ന് അവളെ റൂമിലോട്ട് കയറ്റിയിട്ട് പിന്നെ കട്ട ഞങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും നിന്നെ ചേച്ചിയുടെ ഓർത്തിട്ട്, ഒരു ഭാഗ്യം. എന്നെ ഓർത്തിട്ട് അപ്പൊ അവള് ചോദിക്കുകയും ചെയ്തത് എന്ത് പറ്റി മനുഷ്യ, നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ, അവൻ എന്തോ പറ്റി, എന്തോ കാര്യം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ നീ അപ്പുറത്തുണ്ടല്ലോ, അതെനിക്കറിയാമല്ലോ. പിന്നെ നല്ല കട്ടയ്ക്ക് അങ്ങ് പൊതിഞ്ഞ്. ഉം. അവള് കയറിയിരുന്ന് നന്നായിട്ട് അങ്ങ് പൊതിച്ചത്. എനിക്കൊന്നും അതായിരിക്കും നീ കേട്ടത്. ഓ, എന്നാ സൗണ്ടായിരുന്നു. ഞാൻ കുറെ നേരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും എനിക്ക് ഒലിച്ചിറങ്ങുമായിരുന്നു കേട്ടിട്ട്. പുള്ളിക്കാരൻ എന്തോ പൊതിക്കലൊന്നും ഇല്ലയോ, അടിയൊന്നും ഇല്ലയോ? ഓ, നീ അന്ന് പെട്ടെന്ന് വരും. നീ എന്നോട് അന്ന് പറഞ്ഞു 10 തവണ അടിക്കുമ്പോഴത്തേക്ക് പോവെന്നോ, പിന്നെ ഒന്നും ഉം. ആവത്തില്ലെന്നൊക്കെ പറയുന്ന കേട്ടു. അത് വെച്ചിട്ടല്ലേ നമ്മളന്ന് കട്ടയ്ക്ക് അടിച്ച് തന്നത്. അല്ല ചേട്ടൻ നമുക്ക് കിട്ടി തന്നതിന് ശേഷം എനിക്ക് പിന്നെ എനിക്ക് പൊറുതിയില്ല. നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ, എന്റെ ഡ്രസ്സിലും മറ്റു ഡ്രസ്സുകളിലൊക്കെ മൊത്തം പശയാണ്, നനച്ച് നനച്ച് ആ ഉം. ഒരു പരുവത്തിലായി. അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തോ, ഇവിടെ ആരും ഇല്ലാത്ത സമയമാന്നൊക്കെ പറഞ്ഞ ഓർമ്മിക്കരുത്.
ഉം. അന്ന് നല്ല ചാൻസ് അല്ലേ കിട്ടിയത് നമുക്ക് ഒത്തിരി നേരം. അതാ പറഞ്ഞ അന്ന് മൊത്തവും അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് കട്ടയ്ക്ക് ഒന്നും പറയണ്ട. എവിടുന്നൊക്കെയാ ചെയ്ത്? 2 ബെഡ്റൂം, ഹാള്, പിന്നെ കിച്ചണ്, ഹാളും. ബാത്റൂം. അതിന്റെ ഇടയ്ക്ക് ഓൻ വിളിച്ചത് എന്റെ കെട്ടിയവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ചേട്ടൻ നല്ല സ്റ്റാമിന ആണല്ലേ. പിന്നെ നമ്മള് ഡെയിലി കൊതിക്കില്ലല്ലോ. ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് നനയുന്നുണ്ട്. നമ്മൾ ഡെയിലി ഉണ്ടെന്നേ, ഡെയിലി ചെയ്യും. അവള് ഇടയ്ക്ക് മിക്കപ്പോഴും അവളാണ് എനിക്ക് ചെയ്തു തരുന്നത്. പിന്നെ ചേച്ചി എങ്ങനെയാ? നല്ല അടിപൊളിയാണല്ലേ. ചേച്ചി അടിപൊളിയാ. ചേച്ചി നല്ലതായിട്ട് പോയിച്ചു തരും. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് വരത്തില്ല. അല്ലാതെ ഇങ്ങനെ എനിക്ക് അറിയുന്ന ബാക്കിയുള്ളതൊക്കെയാണ്. പോലെയൊക്കെ. അല്ല, എനിക്ക് അറിയുന്ന പോലെയൊക്കെ അന്ന് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. അന്ന് നിനക്ക് നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് അങ്ങനെ എടുത്ത് പരിചയമില്ല, ആദ്യമായിട്ടാണെന്ന്. അപ്പൊ നീ എടുത്ത് തന്നോട്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെ പരിചയമൊന്നുമില്ല, ആദ്യമായിട്ടാണ്. ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ എടുത്ത് പരിചയമില്ലെന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് ഞാൻ പഠിപ്പിച്ചു തന്നില്ലയോ നല്ല കട്ടയ്ക്ക്. മോളിലിരുന്ന് ചെയ്തതോ? ഓ, അത് സൂപ്പർ ഉണ്ടായിരുന്നു. ലോങ് ടൈം കൊറേ നേരം അടിച്ചു തന്നായിരുന്നല്ലോ. പിന്നെ നമ്മള് മറ്റേതൊന്ന് ശ്രമിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് നടന്നില്ലല്ലോ, സമയം പോയി. അല്ല, ഫുള്ളകത്താണ് പോയത്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീയല്ലേ പറഞ്ഞ സേഫ് ആണെന്ന്. സേഫ് ആണ്, നോക്കാം. പിന്നെ പുള്ളിയുടെ പരിപാടി നീ എന്നോട് പറഞ്ഞ പുള്ളി എന്തോ ഓഫീസിലെ മറ്റേ ബോസിന്റെ അതൊക്കെ ഇതൊക്കെയാ പരിപാടി. ഒരു തവണ എന്നോട് പറഞ്ഞു പോയിരുന്നു. ഫാന്റസില അപ്പൊ ഓരോ ദിവസം ഓരോ അങ്ങനെയൊക്കെ ക്യാരക്ടർ ആണെന്നോ ഓരോരാളെ ഓർത്തിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ എനിക്കങ്ങനെ എന്റത് വരണമെന്നോ അങ്ങനൊന്നും ഇല്ല. അപ്പൊ ഓടി വന്ന 10 11 അപ്പോഴേക്കും പോകുമെന്ന് പറഞ്ഞു. അതും ഒരു തവണ പോയി കഴിഞ്ഞാൽ അങ്ങ് ഉറങ്ങും. ഓ, ഇപ്പൊ ശരിക്കും കിട്ടിയില്ലയോ? അന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഉറക്കം എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോ ചേട്ടൻ പിന്നെ ഒരു തവണ പറഞ്ഞായിരുന്നില്ല എന്നോട് ഇങ്ങനെ തോന്നിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഹോളിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ റൂമിലേക്ക് പോവാനേ തോന്നിയിട്ടില്ല. കുറെ നേരം കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ നിർത്താതെ ഞങ്ങളങ്ങനെ ഒരു 1-2 മണിക്കൂറൊക്കെയാ. അത് കേട്ടപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കിട്ടാഞ്ഞിട്ട് ദേഷ്യം കൊണ്ട് കീ ഹോളിൽ കൂടെ കണ്ട് നോക്കിയെന്നോ ഡോറിന്റെ കാര്യങ്ങളാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഡിം ലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെയല്ല, മറ്റേ 0 വോൾട്ടിന്റെ അതായിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിന്റെ ചെറിയൊരു വെട്ടമുണ്ട് അതോടെ. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എല്ലാം കൂടെ ഓർത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഇതായി. പിന്നെ അങ്ങനെ അവളെ വിളിച്ചോണ്ട് പോയി. അപ്പൊ എല്ലാ രാത്രിയിലും ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ എന്ന് വെച്ചാൽ അന്ന് കല്യാണത്തിന് പിന്നെ കണ്ടപ്പോ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. എത്രയോ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇത്രയും ഭയങ്കരമായിട്ട് തരുന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല ചോദിച്ചപ്പോഴത്തേക്ക്.